എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ഇന്ന് കുറേ പേരുടെ കമൻസിൽ കുറേ നാളായിട്ട് തന്നെ ലാസ്റ്റ് ഒരു 3-4 ഡേയ്സ് ആയിട്ട് നമ്മുടെ റീഡിങ്സിലൊക്കെ കോള് മെസ്സേജ് എന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു. പലർക്കും കോളും മെസ്സേജും വന്നതായിട്ട് എനിക്ക് കമൻസ് വരുന്നുണ്ട്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, നമ്മളൊരു വാക്ക് പറഞ്ഞിട്ട് അത് ചിലർക്കെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം. ഓക്കെ, നമ്മുടെ കയ്യിലൊന്നും അല്ല അല്ലേ? നമ്മളെന്ത് പറഞ്ഞാലും, ഞാനോ വേറെ ആരോ എന്ത് പറഞ്ഞാലും ഡിവൈൻ നിങ്ങൾക്കായിട്ട് എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ ലൈഫിൽ നടക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ റീയൂണിയൻ വന്നു, കോള് വന്നു എന്നൊക്കെ പറഞ്ഞ് ഡിവൈനെ മറന്നു കളയരുത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും പ്രാർത്ഥനകളൊക്കെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. കാരണം ഈ അനുഗ്രഹം നമുക്ക് തുടർന്നും വേണം. എന്തോ എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾക്ക് ഒരു കോള്, ഒരു റീയൂണിയനൊക്കെ കിട്ടിയതുപോലത്തെ ഒരു സന്തോഷം എനിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് എന്താണെന്ന് വെച്ചാൽ, ചിലർക്കെങ്കിലും കോളോ മെസ്സേജോ റീയൂണിയനോ ഒന്നും സംഭവിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അടുത്ത 2 ആഴ്ച റീയൂണിയൻ കിട്ടിയവർക്കും നോക്കാം കേട്ടോ. അതായത് അടുത്ത 2 ആഴ്ച നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവാം, ആവാതിരിക്കാം. ഓക്കെ, റെസനേറ്റ് ആവാത്തവർ ഫോഴ്സ്ഫുള്ളി അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെയെങ്കിൽ വിട്ടേക്കുക. നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് അല്ലെങ്കിൽ ഒരു ജനറൽ ഗൈഡൻസ് പർപ്പസിന് ഇത് കാണുന്ന രീതിയിൽ കണ്ടാൽ മതി കേട്ടോ. തുടങ്ങാം. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഷഫ്ലിംഗ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഫോർവേഡ് ചെയ്ത് പോകരുത്. ഷഫ്ലിംഗ് ടൈമിലാണ് നിങ്ങളുടെ എനർജി കണക്റ്റ് ആവുന്നത്. പലരും സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പലരുടെയും എനർജി ഇവിടെ കണക്റ്റ് ആവാത്തത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ഇല്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇത് കാണാനിരിക്കൂ. കാരണം നിങ്ങളുടെ എനർജി എനിക്ക് കണക്റ്റ് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാനും നിങ്ങളും തമ്മിലൊരു ലിങ്ക് വേണമല്ലോ. എനിക്ക് നിങ്ങളെ അറിയില്ല അല്ലേ? ഞാനും നിങ്ങളുമായിട്ടുള്ള ലിങ്ക് സബ്സ്ക്രിപ്ഷനാണ്. അപ്പം അതൊന്ന് ചെയ്തിട്ട് കാണാനിരിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കണക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ്. What can be expected in my viewers' relationship in the next coming 2 weeks? അടുത്ത 2 ആഴ്ചയിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ കാർഡ് എടുക്കുന്നില്ല, അങ്ങനെ ഷഫ്ലിംഗ് കഴിഞ്ഞില്ല, കണക്റ്റ് ആയിട്ടില്ല. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ, അവരുടെ റിലേഷൻഷിപ്പിൽ അടുത്ത 2 ആഴ്ചയിൽ എന്ത് മാറ്റങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? അടുത്ത 2 ആഴ്ചയിൽ പ്ലീസ് ഗൈഡ്. The Fool, 4 of Swords, the World, Page of Wands, 2 of Wands, Knight of Swords, Death, Judgment, and the bottom of the deck വന്നിട്ട് 7 of Wands. ഓക്കെ, പ്രഥമ ദൃഷ്ടിയ കാണുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ വെച്ചിട്ട് ചിലരെങ്കിലും ഡിവൈനെ എല്ലാം ഏൽപ്പിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് തന്നെ പോകാം എന്ന് തീരുമാനമെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരുടെ കേസ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ്. ഇവരും എല്ലാം ഓവർ തിങ്കിങ്ങിലാണ്. ഉറക്കമില്ലായ്മ ഒരുപാട് പേർക്ക് കാണുന്നുണ്ട്.
നിങ്ങളിൽ പലരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്. ഫിസിക്കൽ ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് നല്ലപോലെ കാണുന്നുണ്ട്. പേജ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം എന്നിവർ വളരെ കാര്യമായി തന്നെ ആലോചിക്കുന്നുണ്ട്. നിങ്ങളെ ഇപ്പോൾ സാബോട്ടാജ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയോ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾ മെസ്സേജൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പലരും ഒരുപാട് പേര് ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ്. നിങ്ങളിൽ പലർക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് വളരെ സ്പീഡി ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് ഈ ലോങ് ഡിസ്റ്റൻസ് ഉള്ളവരിൽ പലരും നിങ്ങളെ കാണാനായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഒരു സ്പീഡി ആക്ഷൻ, ഒരു ബ്ലോക്കേജ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് തരണം ചെയ്ത് അവർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫസ്റ്റ് ഗ്ലാൻസ് ആണ് ഈ പറയുന്നത്. ക്ലാരിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ എല്ലാ അർത്ഥം മാറിപ്പോവും. ഫസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സിൽ ഇതാണ് കാണുന്നത്. നിങ്ങളിൽ പലർക്കും ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് തീർന്നിട്ട് പുതിയൊരു തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിലെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നല്ലപോലെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, സാബോട്ടാജ് സിറ്റുവേഷനിൽ ചിലരെങ്കിലും ഉണ്ട്. അതിൻ്റെ തൊട്ട് അടുത്ത ബോട്ടം ഓഫ് ദി ഡെക്കിൻ്റെ തൊട്ടടുത്ത കാർഡ് വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിൽ പലർക്കും സാബോട്ടാജ് സിറ്റുവേഷൻ മാറിയിട്ട് ഇവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതിൽ ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. ക്ലാരിഫൈ ദ ഫൂൾ. പ്ലീസ് ക്ലാരിഫൈ ദ ഫൂൾ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 3 ഓഫ് സ്വാർഡ്സ്. ഓക്കെ, അതായത് നിങ്ങൾ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പൊക്കെ എൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമുക്കത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് മൂവ് ഓൺ ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല കേട്ടോ. മൂവ് ഓൺ ചെയ്യാനൊന്നും ഒട്ടും സാധിച്ചിട്ടില്ല. വളരെ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് അവർ ആ റിലേഷൻഷിപ്പ് അവിടെ എൻഡ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവുക. പക്ഷെ അവർ ആ സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ല. നിങ്ങളെ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി വാട്സാപ്പിൽ നിങ്ങളുടെ DP നോക്കുക, നിങ്ങളുടെ അപ്ഡേറ്റ്സ് വെയർ അബൌട്ട്സ് എല്ലാം ഇവർ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഒട്ടും ഹാപ്പി അല്ല. അവിടെ അതൊന്ന് എൻഡ് ചെയ്തിട്ട് രണ്ടും കൽപ്പിച്ച് നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റ് കണ്ടിന്യൂ ചെയ്യാം, ഒരു മെസ്സേജൊക്കെ അയക്കാം എന്ന് ഇവർ വളരെ പ്രബലമായിട്ട് ആലോചിക്കുന്നുണ്ട്. നെക്സ്റ്റ് 2 വീക്സിൽ നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജോ ഇവരുടെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരാണ്. ഇത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ പാരൻസും ആവാം, സ്പൗസും ആവാം, എന്ത് തരം തേർഡ് പാർട്ടി വേണമെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. ഈവൻ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ ഈവൻ എൽഡർ ബ്രദർ സിസ്റ്റർ അവരൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്ന അതെല്ലാം തേർഡ് പാർട്ടീസ് തന്നെയാണ്. അതുമൊക്കെ തരണം ചെയ്ത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഏരീസ് മേട രാശിക്കാരാണ് ഈ കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യത കേട്ടോ. ഇത് വരുമ്പോൾ ഈ മേജർ അർക്കാന കാർഡ്സിൻ്റെ മാത്രം രാശി ഞാൻ പറയാം. കാരണം പ്രബലമായിട്ട് ആ രാശിക്കാർക്കായിരിക്കും ഇത് സംഭവിക്കുന്നുണ്ടാവും. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ പെർട്ടിക്കുലർ മേജർ അർക്കാന കാർഡിൻ്റെ രാശി മാത്രം ഞാൻ പറയാം. ഓക്കെ, ഇനി 4 ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് ഇവരെ കുറച്ച് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. ഇതിൽ ഞാൻ നെക്സ്റ്റ് ആക്ഷനും കൂടെ ഒന്ന് നോക്കാം. ഡിവൈൻ, when can we expect the next action in this set of cards? Please tell me. What next action will they really message, contact my viewers? ഇവർ വാക്കവേ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ലൈഫ്, നിങ്ങളുമായിട്ടൊരു ഫാമിലി ബിൽഡ് ചെയ്യണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് വരും എന്ന് തന്നെയാണ്, പോസിറ്റീവ് കാർഡ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. ക്ലാരിഫൈ 4 ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ 4 ഓഫ് സ്വാർഡ്സ്. Judgment and
3 ഓഫ് wands. ഇവിടെയും ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണുന്നത്. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഇവർ ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ്. ഇവർക്ക് ഉറക്കമില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനാണ്. കംപ്ലീറ്റ്ലി ഡിവൈനിനെ സറണ്ടർ ചെയ്തിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളൊരു പ്രയർ ഗ്രൂപ്പിലോ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ വെച്ച് സ്ഥിരം കാണുന്ന ആൾക്കാരായിരിക്കണം. ചിലരെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസിലാണ് എന്നും കാണുന്നുണ്ട്. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. ഇവരുടെ മുന്നിലുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ലോയർ, പിന്നെ ഡോക്ടർ, നേഴ്സ്, മെഡിക്കൽ ഫീൽഡിലുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടീച്ചറായിരിക്കാം, റിലീജിയസ് സ്പിരിച്വൽ റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്ന ഒരാളായിരിക്കാം. ഓക്കെ, അങ്ങനെ ഉള്ളൊരു ആളെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് തുലാരാശിക്കാരാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. ഇവരുടെ ഭാഗം അവർ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഓവർ തിങ്കിങ് ആണ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇവർക്ക് തിങ്കിങ് നിർത്താനേ സാധിക്കുന്നില്ല. രാത്രി ഉറക്കമൊന്നും ഉണ്ടാവില്ല. അവർ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഹാപ്പി ആണെന്ന് തോന്നുന്നില്ല. What will be the next action? Can we expect anything from them in the next coming 2 weeks? Can we expect anything from them in the next coming 2 weeks? Two of Pentacles and the Hanged Man. അതായത് ഇവരുടെ ചിന്ത മാറി വന്നാലേ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കൺഫ്യൂഷൻ ആയിട്ട് തന്നെയാണ് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഹാങ്ഡ് മാൻ ആണ് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആയിരുന്നു. അപ്പോൾ കൺഫ്യൂഷൻസ് അവർക്ക് മാറുന്നില്ല. ഇവരെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെ ചിന്ത മാറണം, ഇവർക്കൊരു ക്ലാരിറ്റി കിട്ടണം. ഇവർക്ക് ആ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല, കാരണം മനസ്സിൽ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളുടെ അടുത്തേക്ക് വരണോ അവിടെ തന്നെ നിൽക്കണോ എന്നുള്ളൊരു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പലരും തുറന്ന് പറഞ്ഞിട്ട് തന്നെ ഇല്ല എന്നാണ് കാണുന്നത്. മനസ്സിൽ വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ കൂടുതലായിട്ടും ചിലപ്പോൾ ആഴ്ചയിലൊരിക്കലോ അങ്ങനെ എന്തെങ്കിലും ഇവർ ട്രാവൽ ചെയ്ത് വന്നിട്ടായിരിക്കും നിങ്ങളെ കാണേണ്ടാവുക. എന്തോ സ്പിരിച്വലി റിലേറ്റഡ് അല്ലെങ്കിൽ ടീച്ചിങ് റിലേറ്റഡ് സംതിങ് ആണ് അവിടെ കാണുന്നത് കേട്ടോ. ടീച്ചറായിട്ടുണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ റെപ്പ് അങ്ങനത്തെയൊക്കെ ആയിട്ട് കോൺസ്റ്റൻറ്റ് ട്രാവൽ റിക്വയർഡ് ആയിട്ടുള്ള ഒരു ജോബായിട്ടാണ് കാണുന്നത്. അതായത് ഇവർ സിറ്റിക്കകത്ത് തന്നെ ആയാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഓവർ തിങ്കിങ് ആണ്. ഓവർ തിങ്കിങ് ഉണ്ട്, പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നുള്ളൊരു ഫൈനൽ തീരുമാനം ഇവരെടുത്തിട്ടില്ല. ഇവരുടെ ചിന്ത മാറി വന്നാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ കേട്ടോ. ക്ലാരിഫൈ ദ വേൾഡ്, ക്ലാരിഫൈ ദ വേൾഡ്. ഇവിടെ ഹാങ്ഡ് മാൻ വെച്ചിട്ട് മീനരാശിക്കാർ പൈസസും കൂടെ വന്നു കേട്ടോ. The moon and 5 of wands. ലോങ് ഡിസ്റ്റൻസ് ആണ്, ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് വളരെ തന്നെ ഉണ്ട്. ഇവർ നിങ്ങളെ പ്രതി ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സാഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രോബബ്ലി ഇതൊരു അൺഎക്സ്പ്രസ്ഡ് ലവ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, കാരണം മൂണിൻ്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്നു കിങ് ഓഫ് കപ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ കാർഡ്സ് കണക്ട് ചെയ്തിട്ടാണ് റീഡ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ അൺഎക്സ്പ്രസ്ഡ് ലവ് ആണ്, ലോങ് ഡിസ്റ്റൻസുമാണ്. ഇവർക്ക് പേടിയുണ്ട്, നിങ്ങൾ ഇവരെ വിട്ടു പോകുമോ എന്നൊക്കെയുള്ളൊരു പേടി ഇവർക്ക് നല്ലോണം ഉണ്ട്. പക്ഷേ കൺഫ്യൂഷനാണ്, ഇവർക്ക് കോമ്പറ്റീഷൻസ് ഉണ്ട് എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. അതായത് നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മറ്റ് പേഴ്സൺസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറൊരാളുണ്ട് എന്നിവർക്ക് തോന്നുന്നുണ്ട്. ഈ ലോങ് ഡിസ്റ്റൻസ് ഒരു പ്രശ്നമാണ്, നിങ്ങളെ എപ്പോഴും കാണാനൊന്നും അവർക്ക് സാധിക്കാറില്ല. ക്യാൻ വി എക്സ്പെക്ട് എനി ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ ഇൻ ദ കമ്മിങ് 2 weeks? Can we expect any action from these people in the coming 2 weeks? ഓവർ തിങ്കിങ് ആണ്, അൺഎക്സ്പ്രസ്ഡ് തന്നെയാണ് കേട്ടോ. മനസ്സിൽ ഞാനിത് രണ്ടും എടുക്കുന്നുണ്ട്, കാരണം എനിക്ക് ക്ലാരിറ്റി കിട്ടിയില്ലായിരുന്നു, ഞാൻ 2 കാർഡ് എടുത്തേ. ഓവർ തിങ്കിങ് തന്നെയാണ്. ഓക്കെ, തിങ്ക് ചെയ്ത് മനസ്സിലിട്ടിങ്ങനെ ഒതുക്കി വെക്കുന്നതല്ലാതെ അത് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. 7 ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട്
നിങ്ങളുടെ അടുത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതവിടെ അൺഎക്സ്പ്രസ്ഡ് ലവ് തന്നെയാണ്. ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ഇവരുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന്, ഉറപ്പില്ല. നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാരണം നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള വേറെ ആൾക്കാരുണ്ട് എന്ന് ഇവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഉള്ളിൽ തോന്നുന്ന സ്നേഹം മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ക്ലാരിഫൈ. പേജ് ഓഫ് വാൻഡ്സ്. ആക്ഷൻസ് ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ ആ കേസിൽ. ഇതിൻ്റെ മേജർ അർക്കാന കാർഡ് ഞാൻ പറഞ്ഞില്ലല്ലോ, മൂണായിരുന്നു അല്ലേ? മൂന്ന് വെച്ചിട്ട് പൈസസ് തന്നെയാണ്, മീനരാശി തന്നെയാണ്. വേൾഡിന് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരു രാശി പറയാറില്ല. ഓക്കെ, ക്ലാരിഫൈ. പേജ് ഓഫ് വാൻഡ്സ്. പേജ് ഓഫ് വാൻഡ്സ്. പേജ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ്. ഓ, 2 പേജാണ്. ഈ ഗ്രൂപ്പുകാർക്ക് ഉറപ്പായിട്ടും മെസ്സേജസ് വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. കാരണം അവർ ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഫുള്ള് കപ്സിൻ്റെ ആൾക്കാരാണ് കൂടുതൽ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. കേട്ടോ, ഇതിൽ മേജർ അർക്കാന കാർഡ് വരാതിരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇവർ ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ഇവർ മെസ്സേജ് അയക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്. ഓൺലൈൻ സ്റ്റോക്കിംഗ് വളരെ പ്രബലമായിട്ട് തന്നെ ചെയ്യുന്നുമുണ്ട്. കേട്ടോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വരുന്നതായിരിക്കും. കുറച്ച് പേർക്കല്ല, ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേർക്ക് മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ ഇൻ ദ കമ്മിങ് 2 weeks പ്ലീസ്. Again, Page of Swords and 6 of Swords. നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു റിസർച്ച്, പഠന സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ തിരക്കിലായിരുന്നിരിക്കും. ലോങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഗ്രൂപ്പുകാർക്ക് ഉറപ്പായിട്ടും മെസ്സേജ് വന്നിരിക്കും. കേട്ടോ, ഈ പറഞ്ഞ രാശിക്കാർക്കാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസ, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അതും വന്നു കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പുകാർക്ക് ഉറപ്പായിട്ടും മെസ്സേജ് വരാനുള്ള 100% സാധ്യതയുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആണ്. 2 of Wands, കൺഫ്യൂഷനും ആണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. 2 of Wandsന് 2 of Wands തന്നെ ക്ലാരിഫൈ ചെയ്യാണ്. മജീഷ്യൻ. ലോങ് ഡിസ്റ്റൻസിലാണ് ഇവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് കണ്ടിന്യൂസ്ലി നിങ്ങളെപ്പറ്റി തന്നെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ആവുകയാണ് അവിടെ. കേട്ടോ, ടോറസ് രാശിക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ടോറസ് പറയുമ്പോൾ ഋഷഭരാശി, ഇടവരാശി. കേട്ടോ, അവരാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൺഫ്യൂഷനിലുമാണ്. കാരണം അവിടെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ പാരൻസ് ആവാം, സ്പൗസ് ആവാം, കരിയർ ആവാം, എന്തോ ആവാം. ഡിസ്റ്റൻസും ഒരു റീസൺ ആയിട്ട് കാണുന്നുണ്ട്. കേട്ടോ, ക്ലാരിഫൈ. വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ in the coming 2 weeks? Page of Pentacles and Strength. ഓക്കെ, നിങ്ങളുടെ അടുത്ത് മെസ്സേജ് അയക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഇവർ നിങ്ങളുമായിട്ടും ഇപ്പോഴും ചാറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. കേട്ടോ, ഈ സിറ്റുവേഷൻ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത്, എനിക്ക് തോന്നുന്നു ഇവിടെ പാരൻ്റൽ പ്രഷറാണ് കൂടുതലായിട്ടും കാണുന്നത്. നിങ്ങൾ പാരൻസ് ഇടപെട്ട് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് കാരണം നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ഒരു സ്പൗസായിട്ട് കാണുന്നില്ല. എനിക്ക് കൂടുതലായിട്ടും പാരൻ്റൽ പ്രഷറാണ് കാണുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ആ സിറ്റുവേഷൻ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ടോറസിൻ്റെ ഒപ്പം ചിങ്ങ രാശിക്കാരും ലിയോ രാശിക്കാരും കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. കൂടുതലായിട്ട് ടോറസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടിൽ അവർ വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. Clarify Knight of Swords, please. Please clarify Knight of Swords. Clarify Knight of Swords.
4 ഓഫ് സ്വാർഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് വാൻഡ്സ്. നൈറ്റ് ഭയങ്കര സ്പീഡി ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഓവർ തിങ്കിങ് ആണ്, അവർക്ക് ഉറക്കമില്ല. ഒന്നുകിൽ നിങ്ങളുമായിട്ടൊരു ഫിസിക്കൽ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ, ഓവർലി പാഷനേറ്റ് ആണ്. നിങ്ങളെ പറ്റിയിട്ട് സ്നേഹം കൂടിയിട്ടും ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് കാരണം അവിടെ സ്ട്രെസ്സ് വേണമെന്നൊന്നുമില്ല. സ്നേഹം കൂടിയിട്ട് പാഷൻ കൂടിയിട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് കാണാറുണ്ട്. അങ്ങനെയാണ് എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി ഉള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല. ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഡിവൈൻ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ് ഫ്രം ദീസ് പീപ്പിൾ ഇൻ ദ കമ്മിങ് 2 weeks? ഈസ് ദർ എ തേർഡ് പാർട്ടി ഇൻവോൾവ്ഡ് ഹിയർ? ദ സ്റ്റാർ ആൻഡ് ദ ഹൈ പ്രീസ്റ്റസ്. നിങ്ങളെ ഹൈലി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോ അവരോ ഒരുപാട് ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആണ്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നാണ് ഇവർ കണക്കാക്കുന്നത്. ഓക്കെ, ഇവിടെ ഹൈ പ്രീസ്റ്റസ് ഞാൻ അമ്മ അച്ഛൻ എന്നൊന്നും പറയില്ല. ഓക്കെ, അവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആണ് എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. അവിടെ എനിക്കൊരു നെഗറ്റിവിറ്റി തോന്നുന്നില്ല ഹൈ പ്രീസ്റ്റസിൻ്റെ. കാരണം സ്റ്റാർ കാർഡാണ് കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അതവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. നിങ്ങളെ കാണാൻ ഇവർ ഉറപ്പായിട്ടും അടുത്ത 2 ആഴ്ചയുടെ എത്തിയിരിക്കും. ഓക്കെ, സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ് കുംഭരാശിക്കാരെ ഏറ്റവും കൂടുതൽ. പിന്നെ വേറെ ഏതാ? ഹൈ പ്രീസ്റ്റസ് അല്ലേ. ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് മീനരാശിക്കാരും പൈസസ് മീനരാശിക്കാരും കൂടുതലായിട്ട് അതിൽ വരുന്നുണ്ട്. ക്ലാരിഫൈ ഡെത്ത്, പ്ലീസ് ക്ലാരിഫൈ ഡെത്ത്. ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് കേട്ടോ. ഓക്കെ, അവിടെ വില്ലൻ അവരുടെ പൈസ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സായിരുന്നു. അവർ വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർക്ക് ലൈഫിൽ സെറ്റിൽ ആവേണ്ട ഒരു സമയം വേണമായിരുന്നു. മിക്കവാറും ഫാമിലിയിൽ ലോണ് കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രാരബ്ധങ്ങൾ കാണുമായിരിക്കും. അത് ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞിരുന്നു. അവിടെ ആ സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്ത് കാണും ഇപ്പോൾ. അതായത് അതുകൊണ്ടാണ് അവിടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് കാണുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ് ഫ്രം ദീസ് പീപ്പിൾ in the next coming 2 weeks, please? ഡെത്ത് വെച്ചിട്ട് സ്കോർപ്പിയോ വൃശ്ചിക രാശിയാണ് കൂടുതലായിട്ടും. ടോറസ് വിർഗോ കാപ്രിക്കോണും ഉണ്ട്. ഋഷഭം കന്നി മകരം. ഏസ് ഓഫ് സ്വാർഡ്സ്. ഓക്കെ, ആൻഡ് ദ ടവർ. നിങ്ങളുടെ ഇടയിൽ ഒരു ടവർ മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം ഇവരുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് കാരണം നിങ്ങൾ തമ്മിലൊരു ടവർ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യാതൊക്കെ ഇവർ ഇരുന്ന് കാണും. കാരണം ഇവരുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. അവർക്കൊരു റിയലൈസേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളാണ് അവരുടെ ലൈഫിലെ സപ്പോർട്ട് എന്നുള്ള റിയലൈസേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്നും ഒരു കോണ്ടാക്റ്റ് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. വിൽ ദേ മെസ്സേജ് ഓർ കോണ്ടാക്ട് മൈ വ്യൂവേഴ്സ് ദ നെക്സ്റ്റ് കമ്മിങ് 2 weeks? 6 of Cups, യെസ്, കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഇവർക്ക് നിങ്ങളെ മറക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒരു ടെമ്പററി സെപ്പറേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവർ നിങ്ങളെപ്പറ്റി തന്നെയാണ് ഓർക്കുന്നത് കേട്ടോ. ഇവരുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ആ മൂമെൻറ്റ്സൊക്കെ ഇവർ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച മൂമെൻറ്റ്സൊക്കെ ഇവർ വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല, ഇവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. ജഡ്ജ്മെൻറ്റ് വെച്ചാൽ ലിബ്ര തുലാരാശിക്കാരോ ഏറ്റവും കൂടുതൽ ഇതിൽ. ഓ, 5 of Cups and Hermit. അയ്യോ, ഇത് ഈ പറഞ്ഞ പോലെ ഇവർക്ക് പ്രാർത്ഥന മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇത് മിക്കവാറും അൺഎക്സ്പ്രസ്ഡ് ലവ് ആയിരിക്കാനാണ് സാധ്യത. ഉള്ളിലിട്ടിട്ട് വളരെ
സങ്കടപ്പെട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പതിവായിട്ട് ക്ഷേത്രം, പള്ളി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് കാണുന്ന ആൾക്കാരായിരിക്കണം നിങ്ങൾ. ഞാൻ നേരത്തെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. ഇവർ എന്നും പറഞ്ഞ് പണിയൊന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആണ്. കാരണം നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ പറ്റാത്ത ഒരു വിഷമവും അവിടെ ഉണ്ട്. ക്ലാരിഫൈ the next action from these people in the coming 2 weeks. Will there be any action? 9 of Wands and Temperance. ഇവർ 9 of Wands പറയുമ്പോൾ ഒരു റെസ്ട്രിക്ഷൻ തന്നെയാണ്. ഇവരിനി ഹീൽ ചെയ്ത് പുറത്തേക്ക് വരണം. ഓക്കെ, ആ ഹീലിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ ചിലപ്പോൾ ഈ റേക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കാരണം സ്പിരിച്വൽ ആക്ടിവിറ്റീസിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഈ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ടായിരിക്കണം കേട്ടോ. 9 of Wands വെച്ചിട്ട് റെസ്ട്രിക്ഷൻ തന്നെയാണ് അവിടെ കാണുന്നത്. ടെമ്പറൻസ്, ബാലൻസ് എന്നൊക്കെ പറയുമെങ്കിലും ആസ് ഇറ്റ് ഈസ് അവരൊരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ പോകുന്നതേ ഉള്ളൂ. ഇവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ഉടനെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. സാജിറ്റേറിയസ് ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ് ധനു രാശിക്കാരും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. ഇവരുടെ ഭാഗത്തുനിന്ന് തൽക്കാലം ഒരു ആക്ഷൻ വരുന്നതായിട്ട് ഒന്നും കാണുന്നില്ല. മനസ്സിലിട്ടിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ തുറന്ന് പറഞ്ഞിട്ടുമില്ല നിങ്ങളുടെ അടുത്ത്. ക്ലാരിഫൈ 7 of Wands. Clarify 7 of Wands, please. 8 of Cups and 8 of Cups and 8 of Wands. Okay. നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ സാബട്ടാച്ച് ചെയ്ത് പിരിഞ്ഞു പോയ ആൾക്കാരാണ്. അതിനുള്ള കാരണം ക്വീൻ ഓഫ് സ്പോർട്സ് ആണ്. ഒന്നുകിൽ ഇവരുടെ മദർ അല്ലെങ്കിൽ ഇവരുടെ സ്പൗസ്. ഓക്കെ, അവരുടെ എതിർപ്പ് മൂലം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇവർ തൽക്കാലത്തേക്കൊന്ന് വാക്കൗട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ അവരുടെ തെറ്റ് അവർ റിയലൈസ് ചെയ്തു. അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ട്, അതും വെരി സ്പീഡി കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ് ഫ്രം ദീസ് പീപ്പിൾ ഇൻ ദ കമ്മിങ് 2 weeks. 10 of Swords and 7 of Cups. ഓക്കെ, ഇതും നേരത്തെ വോക്കവേ പോയതാണ്. കാരണം ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ആ റെസ്പോൺസിബിലിറ്റീസിൽ അവർ പെട്ട് കിടക്കുകയായിരുന്നു. വിൽ ദേ കമ്മ്യൂണിക്കേറ്റ്? വിൽ ദേ കമ്മ്യൂണിക്കേറ്റ് ഡിവൈൻ? വിൽ ദേ കമ്മ്യൂണിക്കേറ്റ്? അണ്ടർസ്റ്റാൻഡ് ദേ ആർ ഹാവിങ് റെസ്പോൺസിബിലിറ്റീസ്. വിൽ ദേ കമ്മ്യൂണിക്കേറ്റ്? പേജ് ഓഫ് കപ്സ്. യെസ്, കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ടും വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ പെട്ടിട്ട്, അത് സ്പൗസിനോടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, പാരൻസിനോടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. അവർ തൽക്കാലം നിങ്ങളുടെ അടുത്ത് ഒന്ന് വോക്ക് അവേ ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങളെ മനഃപൂർവ്വം നിങ്ങളുടെ മെസ്സേജസിന് റിപ്ലൈ ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇവർ ഒരുപാട് കേട്ടോ. അവരത് തെറ്റ് മനസ്സിലാക്കുന്നുണ്ട്. അത് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യും എന്നാണ് കാണുന്നത്. നിങ്ങളെ വിളിക്കുമ്പോൾ അവരുടെ സിറ്റുവേഷൻ ഇന്നതായിരുന്നു എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് ആണ് കാണുന്നത് കേട്ടോ. വോൺസിൻ്റെയും കപ്സിൻ്റെയും എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഈ രാശിക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് അടുത്ത 2 ആഴ്ച എന്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള റീഡിങ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ യൂട്യൂബിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് അതും കൂടെ നിങ്ങൾ ചെയ്ത് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അതായത് നമ്മൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത ഉടനെ തൊട്ട് താഴെ കമൻസ് വരില്ലേ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ആ ഹൈപ്പ് നിങ്ങൾ അത് ഹൈപ്പ് എന്നുള്ള ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആ വീഡിയോ ഉണ്ടല്ലോ, അത് ഹൈപ്പ്, അതിന് ആ പോയിൻറ്റ്സ് ആഡ് ആവും. ഓക്കെ, ആ പോയിൻറ്റ്സ് ആഡ് ആയി കഴിയുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്ത് തരുന്ന പോലെയാണ് കേട്ടോ. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്, ലൈക്ക് പോലെ തന്നെയാണ്. പക്ഷേ പോയിൻറ്റ്സ് ആഡ് ആവും. പോയിൻറ്റ്സ് ആഡ് ആയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വിസിബിലിറ്റി വീഡിയോയ്ക്ക് കിട്ടും. അപ്പോൾ കൂടുതൽ സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ,
അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ അതും കൂടെ ഒന്ന് ചെയ്ത് തരണേ. ഓക്കെ, അത് ഞാൻ 2 ദിവസം ആയുള്ളൂ ഞാൻ അറിഞ്ഞിട്ട്. ഞാൻ ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾ ചിലരെങ്കിലും ഇത് അറിഞ്ഞു കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഓടിച്ചെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. ഇപ്പോൾ ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ. വീക്ക്ലി ത്രൈസ് എന്തോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നിങ്ങൾ ചെയ്തു നോക്കൂ എന്തായാലും. ഓക്കെ, അപ്പോൾ വേറെ എന്താണ്, എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. ഇത് കോണ്ടാക്റ്റ് വരും എന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് വരും, സൂണർ ഓർ ലേറ്റർ. അത് പറഞ്ഞ് അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് കോണ്ടാക്റ്റ് വരണം എന്ന് ഡിവൈൻ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ ഉറപ്പായിട്ടും വന്നിരിക്കും. അതുകൊണ്ട് അത് മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടേക്കുക. ബാക്കി കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. കോള് വരേണ്ട സമയത്ത് കോള് വന്നോളും. ഓക്കെ, കാണേണ്ടപ്പോൾ അവർ വന്നോളും. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ശരി, വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.